പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, 3 നോമ്പിൻ്റെ 2-ാം ദിവസം നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള വചനഭാഗങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. ആദ്യം സുവിശേഷ ഭാഗം ചിന്താവിഷയമാക്കാം. യേശുവിൻ്റെ യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ തിരുവചന ഭാഗം. 24-36 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാം ജാഗരൂകരായിരിക്കണം. ആ ദിവസം എന്ന് പറഞ്ഞേക്കുന്നത് കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ദിനം. യേശു തുടർന്ന് പറയുന്നു, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. അതായത് കർത്താവ് ജലപ്രളയത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തു. നോഹ കർത്താവിൻ്റെ വാക്കുകൾ എല്ലാവരെയും അറിയിച്ചു. ആരും ചെവി കൊടുത്തില്ല. നോഹ മാത്രം കർത്താവിൻ്റെ വാക്കുകൾ വള്ളി പുള്ളി തെറ്റിക്കാതെ അനുവർത്തിച്ചു. എന്നാൽ ജലപ്രളയം വന്ന് എല്ലാം സംഹരിക്കുന്നതുവരെ അവരറിഞ്ഞില്ല. ഇപ്രകാരമായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. ഇത് യേശു ഇസ്രായേൽ ജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദരോട് പറയുന്നതാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിലും ഇത് വളരെ പ്രസക്തമാണ്. കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ദിനം ആർക്കും അറിയില്ല, പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. കർത്താവിൻ്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് നാം ജാഗരൂകരായി കാത്തിരിക്കണം എന്നതാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. കർത്താവ് ഈ 3 നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്, ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ. ഈ വചനഭാഗത്തെ 2-ാമത്തെ ചിന്ത 40 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവിൻ്റെ ആഗമനത്തിൽ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. അപ്പോൾ 2-ാമത്തെ ചിന്ത, ഒരുക്കമുള്ളവർ എടുക്കപ്പെടും, സ്വീകരിക്കപ്പെടും, മറ്റുള്ളവർ തിരസ്കൃതരാകും. 3-ാമത്തെ ചിന്ത 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നത്, അതായത് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. കള്ളൻ വരുന്ന സമയം അറിയിപ്പ് തന്നിട്ടാണോ വരുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യപുത്രൻ്റെ ആഗമനവും. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനു വേണ്ടി നാം എപ്രകാരം ഒരുങ്ങി കാത്തിരിക്കണമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നു. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ.
അപരനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. 11-ാം വാക്യത്തിൽ ശ്ലീഹ പറയുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പരസ്നേഹത്തിൽ വളർന്നാൽ മാത്രം പോരാ, ദൈവസ്നേഹ തീഷ്ണതയിൽ വളരാൻ. തുടർന്ന് 12-ാം വാക്യത്തിൽ ശ്ലീഹ പറയുന്നു, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രത്യാശയുള്ളവരായി ആനന്ദത്തോടെ ജീവിക്കണം. ക്ലേശങ്ങളിൽ സഹനശീലമുള്ളവരായിരിക്കണം. തുടർന്ന് ശ്ലീഹ പറയുന്നു, മറ്റുള്ളവരെ ആവശ്യങ്ങളിൽ സഹായിക്കണം, അതിഥി സൽക്കാരത്തിൽ തൽപരരായിരിക്കണം, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം, ഒരിക്കലും ശപിക്കരുത്. അതുപോലെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം, കരയുന്നവരോടുകൂടെ കരയണം. അതിലുപരി അന്യോന്യം യോജിപ്പോടെ വർത്തിക്കണം. ഔദ്ധത്യവും അഹങ്കാരവും വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങണം. ബുദ്ധിമാന്മാരെന്ന് നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ആരോടും പ്രതികാരം ചെയ്യരുത്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. 20-ാം വാക്യത്തിൽ ശ്ലീഹ പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീ കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. നമുക്ക് യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം കൂടെ ധ്യാന വിഷയമാക്കാം. 2-ാം അധ്യായം ആരംഭത്തിൽ തന്നെ യോനയുടെ പ്രാർത്ഥനയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു, പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കടലിൻ്റെ അടിത്തട്ടിൽ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് യോന പ്രവാചകൻ പ്രകാരം പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്നെ പൊക്കിയെടുത്തെന്ന് പറയുകയാ. എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങയ്ക്ക് ബലികൾ അർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ച നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. ഇത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നൽകുന്നു. ഒന്നാമതായി, ഏത് പ്രതിസന്ധിയിലായാലും തമ്പുരാനെ നോക്കി വിളിച്ചാൽ അവിടുന്ന് ഉത്തരം നൽകും. വിശ്വാസപൂർവം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മെ സഹായിച്ചു, രക്ഷിക്കുമെന്ന പ്രത്യാശയേക്കാൾ ഉപരി രക്ഷിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. യോന കടലിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് കർത്താവ് പാതാളത്തിൽ നിന്ന് എൻ്റെ ജീവനെ പൊക്കിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. പ്രിയമുള്ളവരെ, യോനായുടെ ഈ പ്രാർത്ഥന ശൈലി നമുക്ക് ഹൃദിസ്ഥമാക്കാം. ഏത് പ്രതിസന്ധികളിലായാലും നമുക്കത് വലിയ ശക്തി പകരും. നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ
ജാഗരൂകരായി കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. നോഹയുടെ കാലത്തെ പോലെ സംഭവിക്കാൻ ഇടവരരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ പരസ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളരാൻ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ യോനായുടെ പ്രാർത്ഥനയുടെ മാതൃക. ഇതൊക്കെയാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തിനു വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുവാൻ വേണ്ട മാർഗങ്ങൾ. ഇവ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.